നമ്മളൊന്ന് പുതിയൊരു ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ജില്ലയിലെ കുന്നത്തങ്ങാടി എന്നുള്ളൊരു സ്ഥലത്താണ് കേട്ടോ. ഇവിടെ ബെൻസൺ മെറിൻ ദമ്പതികളും അവരുടെ മക്കൾക്കും വേണ്ടി നിർമ്മിച്ച ഒരു അടിപൊളി വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. എക്സ്റ്റീരിയറിനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്ലാറ്റ് റൂഫോട് കൂടിയ കണ്ടംപററി സ്റ്റൈലാണ് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന് മുകളിലായിട്ടൊരു ടെമ്പററി ഷീറ്റ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് വൈറ്റ് പെയിന്റിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. 1-2 സ്ഥലങ്ങളിൽ ബോക്സ് വർക്കുകളും ഗ്രൂ വർക്കുകളും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോൾ ഫ്ലോറിങ്ങിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. പില്ലറുകളിൽ ക്ലാഡിംഗ് ടൈപ്പിലുള്ള ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഈ ഒരു സൈഡിലായിട്ട് ഒരു ഷൂ റാക്കും അതിന് മുകളിലായിട്ട് ഒരു സീറ്റിംഗും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 പാളികളുള്ള 120 സെന്റിമീറ്ററോളം വീതിയുള്ള ഒരു ഡബിൾ ഡോറാണ് ഫ്രണ്ടിലായിട്ട് കൊടുത്തിരിക്കുന്നത്. കയറി ചെല്ലുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ്. ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ഈ ഒരു പ്രയർ യൂണിറ്റ് തന്നെയാണ്. ഇനി നമുക്ക് ഇന്റീരിയറിലെ വിശേഷങ്ങൾ കാണാം. ടീക്ക് വുഡിൽ ചെയ്ത സോഫ സെറ്റുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈഡിൽ 6 പേർക്കും ഈ ഒരു സൈഡിൽ 5 പേർക്കും ഇരിക്കാവുന്ന രീതിയിലാണ് ലിവിംഗ് ഏരിയ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ഒരു സൈഡിലായിട്ടാണ് TV യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് വുഡ് ആൻഡ് കോമ്പിനേഷനിലാണ് TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ബെസ്റ്റ് വുഡിന്റെ PVC ഫോം ബോർഡിലാണ് ഇന്റീരിയർ എല്ലാം ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈഡിലായിട്ട് ചെറിയൊരു ഷോക്കേസും കൊടുത്തിട്ടുണ്ട്. അതും വൈറ്റ് ആൻഡ് വുഡ് ആൻഡ് തീമിൽ തന്നെയാണ്. സ്പോട്ട് ലൈറ്റ് എല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലിവിംഗ് ഏരിയയെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ആർച്ചി ഡ്രൈവും ഒരു നിഷ് വർക്കുകളും കൊടുത്തിട്ടുണ്ട്. PVC ഫോം ബോർഡാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് സ്റ്റെയറിന് അടിയിലായിട്ടാണ് UPS കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. നേരത്തെ പറഞ്ഞല്ലോ. വൈറ്റ് ആൻഡ് വുഡ് ആൻഡ് തീമിൽ തന്നെയാണ് രൂപക്കൂടും ചെയ്തിരിക്കുന്നത്. കൺസീൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. കൂടാതെ താഴത്തൊരു ഏരിയയിൽ പെബിൾസും കൊടുത്തിട്ടുണ്ട്. ലിവിങ്ങിലെ വിശേഷങ്ങൾ കഴിഞ്ഞ് നമുക്ക് നേരെ ഡൈനിങ്ങിലേക്ക് പോകാം. ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ. ടീക്ക് വുഡിൽ ചെയ്ത് 8 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ഡൈനിങ് ടേബിളും ചെയറുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ടേബിളിന് മുകളിൽ ക്ലിയർ ഗ്ലാസ് ഇട്ടിരിക്കുന്നു. അതിനപ്പുറത്തായിട്ടാണ് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് കോമൺ വാഷ് കൊടുത്തിരിക്കുന്നത്. നാനോ വൈറ്റ് ആണ് കൗണ്ടർ ടോപ്പായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ ക്രോക്കറി യൂണിറ്റും റൈറ്റ് സൈഡിൽ വാഷ് യൂണിറ്റും കൊടുത്തിരിക്കുന്നു. ഡൈനിങ്ങിന് ഇരുവശത്തുമായിട്ടാണ് താഴത്തെ നിലയിലെ ബെഡ്റൂമുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് ഗസ്റ്റ് ബെഡ്റൂമിലെ കാഴ്ചകൾ കാണാം. ബെഡ്റൂമുകളിലൊന്നും ഇന്റീരിയർ കുത്തി നിറച്ചിട്ടില്ല. സിമ്പിളായിട്ടൊരു ഡബിൾ കോട്ട് ബെഡ്. അതിന് ഓപ്പോസിറ്റായിട്ട് 3 ഷട്ടറുള്ള ഒരു വാർഡ്രോബും അതിന് സൈഡിലായിട്ടൊരു ഡ്രസ്സിംഗ് യൂണിറ്റും. ഗ്രേ ആൻഡ് വുഡ് ആൻഡ് തീമിലാണ് വാർഡ്രോബിന്റെ ഡിസൈൻ. ഇനി നമുക്ക് ഷെൽഫുകൾ എങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത് കാണാം. ഇനി നമുക്ക് ഈ ഒരു ബെഡ്റൂമിന്റെ ടോയ്ലറ്റ് കാണാം. ടോയ്ലറ്റ് ഡോറുകൾക്കെല്ലാം ഒരു ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഡോറിന്റെ സെന്ററിലായിട്ട് ഒരു മിറർ പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടോയ്ലറ്റ് ചെയ്തിരിക്കുന്നത് വൈറ്റ് ആൻഡ് ഐവറി തീമിലാണ്. 2x2 ഐവറി കളറിലുള്ള വെട്രിഫൈഡ് ടൈലാണ് ഫ്ലോറിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. 2x4 സൈസിലുള്ള ഒരു മാർബിൾ പാറ്റേണുള്ള വൈറ്റ് ഷെയ്ഡിലുള്ള ടൈലുകളാണ് വാളിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സെറ എന്ന കമ്പനിയുടെയാണ് കേട്ടോ അവിടെ സാനിറ്ററീസ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കിച്ചണിലെ വിശേഷങ്ങൾ കാണാം. ഒരു ഹാഫ് ഗ്ലാസ് ഡോറാണ് കേട്ടോ കിച്ചന് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ കിച്ചൺ. അതിമനോഹരം എന്നല്ലാതെ എന്താണ് ഈ കിച്ചനെ പറയാം. അത്രയും സൂപ്പറായിട്ടാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. ഗ്രേ ആൻഡ് വൈറ്റ് തീമിലുള്ള കിച്ചൺ കബോർഡ് ഡോറുകൾ. ഹാൻഡിലായിട്ട് SS-ന്റെ പ്രൊഫൈൽ ഫിറ്റിംഗ്സ്. വിൻഡോസിന് അരികിലായിട്ടാണ് സിങ്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിന് റൈറ്റ് സൈഡിലായിട്ട് ഹുഡും ഹോബും കൊടുത്തിട്ടുണ്ട്. കിച്ചൺ കബോർഡിന്റെ കൗണ്ടർ ടോപ്പായിട്ട് നാനോ വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. വാളിൽ ഒരു ഗ്രാനൈറ്റിലുള്ള ടൈലുകളാണ് ഒട്ടിച്ചിരിക്കുന്നത്.
ഈ ഒരു സൈഡിലായിട്ടാണ് ഫ്രിഡ്ജും കൊടുത്തിരിക്കുന്നത്. ഫുഡ് ആൻഡ് ഹോമിന്റെ സൈഡിലായിട്ട് ഒരു ടോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അടുപ്പിന് താഴെയായിട്ട് ഒരു 3 ഡ്രോവർ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേത് കട്ട്ലറിയും, രണ്ടാമത്തേത് കപ്പും സോസറും, മൂന്നാമത് കൊടുത്തിരിക്കുന്നത് പ്ലേറ്റ് റാക്സുമാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും 3 ഡ്രോവർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. കപ്പും സോസറും അതുപോലെ തന്നെ പ്ലേറ്റും പ്ലെയിൻ ബോക്സുമാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം ഓപ്പൺ ഷെൽഫുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്, നമുക്ക് അരി ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. കിച്ചൺ ടോപ്പിന്റെ താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഡൗൺ ലൈറ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ 2 സൈഡിലായിട്ട് മാക്സിമം സ്റ്റോറേജ് കിട്ടാൻ വേണ്ടി ടോപ്പിൽ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. കിച്ചനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ വർക്ക് ഏരിയ. വർക്ക് ഏരിയയിലും ഒരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു പുകയില്ലാത്ത വിറകടുപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ചുവരിൽ കിച്ചണിൽ ഒട്ടിച്ചിട്ടുള്ള സെയിം ടൈൽ തന്നെയാണ് ഒട്ടിച്ചിരിക്കുന്നത്. വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഈ ഡോർ വഴിയാണ്. പുറത്ത് ചെറിയൊരു തിണ്ണ പോലെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ കിണറുള്ളത്. കിച്ചണിലെ കാഴ്ചകൾക്ക് ശേഷം നമുക്കിനി മാസ്റ്റർ ബെഡ്റൂമിലെ കാഴ്ചകൾ കാണാം. കിച്ചനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ഉള്ളത്. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. ടീക്ക് വുഡിൽ ചെയ്ത ഒരു ഡബിൾ കോട്ട് ബെഡാണ് ഇവിടെയും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വിൻഡോസിനെല്ലാം ബ്ലൈൻഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബെഡിന് അഭിമുഖമായിട്ടാണ് ഇവിടുത്തെ കബോർഡ് കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് ഗ്രേ വിത്ത് ഡാർക്ക് ഗ്രേ തീമിലുള്ള ലാമിനേഷനാണ് കബോർഡുകൾക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. കബോർഡുകൾക്ക് ചേർന്ന് തന്നെ ഡ്രസ്സിംഗ് യൂണിറ്റും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റിലെ വിശേഷങ്ങൾ കാണാം. ഇത് വൈറ്റ് ആൻഡ് ഗ്രേ തീമിലുള്ള ടോയ്ലറ്റ് ആണ് കേട്ടോ. 2x4 വാൾ ടൈലുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലോറിങ്ങിനായിട്ട് 2x2 ഗ്രേ കളറിലുള്ള ഗ്രിപ്പ് ടൈപ്പ് ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വാട്ടർ ക്ലോസറ്റും വാഷ് ബേസിനും എല്ലാം സെറ എന്ന കമ്പനിയുടെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മുകളിലെ കാഴ്ചകൾ കാണാം. സ്റ്റെപ്പുകൾക്കെല്ലാം ഗ്രാനൈറ്റ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റെയിലായിട്ട് വുഡ് ആൻഡ് വിത്ത് സ്റ്റീലിൻ്റെ പ്രൊഫൈൽസുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡബിൾ ഹൈറ്റിൽ നല്ലൊരു ഷാൻഡിയർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റെപ്പ് കയറി ചെല്ലുന്നത് വിശാലമായിട്ടുള്ള ഒരു ഫാമിലി ലിവിംഗ് ഏരിയയിലേക്കാണ്. ഇവിടെ തൽക്കാലം ഫർണിച്ചറുകളൊന്നും ഇട്ടിട്ടില്ല. ഡബിൾ ഹൈറ്റിന്റെ ഈ ഒരു സൈഡിൽ 4 സ്ലിറ്റുകൾ കൊടുത്തിട്ട് അതിൽ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബാൽക്കണിയിലെ കാഴ്ചകൾ കാണാം. സിറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്ന സെയിം ഡബിൾ ഡോർ തന്നെയാണ് ബാൽക്കണിയിലും കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ ബാൽക്കണി. ബാൽക്കണിയുടെ റൂഫ് പകുതിയോളം കോൺക്രീറ്റ് ആണ്. അതിനുശേഷം വരുന്ന ഭാഗം പോളികാർബണേറ്റ് ഷീറ്റ് വിരിച്ചിട്ട് കവർ ചെയ്തിരിക്കുന്നു. പില്ലറുകൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന സെയിം പാറ്റേണുള്ള ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയയിലും ചെറിയൊരു സീറ്റിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു വീടിന്റെ വാതിലുകളും ജനലുകളും എല്ലാം ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂം കാണാം. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. ഇവിടെയും ടീക്ക് വുഡിൽ ചെയ്ത ഒരു ഡബിൾ കോട്ട് ബെഡാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്.
അതിന് ഓപ്പോസിറ്റ് ആയിട്ട് 3 ഷട്ടറുള്ള കബോർഡുകൾ യൂസ് ചെയ്തിരിക്കുന്നു. ബ്ലൂ ആൻഡ് വുഡൻ തീമിലുള്ള ലാമിനേഷനാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ കബോർഡുകളെല്ലാം ചെയ്തിരിക്കുന്നത് PVC ഫോം ബോർഡ് വെച്ചിട്ടാണ് കേട്ടോ. അതിന് മുകളിൽ ലാമിനേഷൻ ഒട്ടിച്ചിട്ടുള്ള ഫിനിഷുകളാണ് നിങ്ങൾ കാണുന്നത്. ഇനി നമുക്ക് ഷെൽഫുകൾ എങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത് കാണാം. ഇനി നമുക്ക് ഈ ബെഡ്റൂമിന്റെ ടോയ്ലറ്റിലേക്ക് പോകാം. ഇതൊരു ഐവറി തീമിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഫ്ലോറിങ്ങിൽ 2x2 വെട്രിഫൈഡ് ടൈലുകളും ചുമരുകളിൽ 2x4 വാൾ ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും സെറയുടെ ഫിറ്റിംഗ്സുകൾ തന്നെയാണ്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇതാണ് 2ാമത്തെ ബെഡ്റൂം. സെയിം പാറ്റേണുള്ള ഡബിൾ കോട്ട് ബെഡ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഒരു ഐവറി കം വുഡൻ തീമിലുള്ള കബോർഡുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിന് സൈഡിലായിട്ടൊരു ഡ്രസ്സിംഗ് യൂണിറ്റും ഈ കബോർഡിന്റെ ഉൾവശം കാണിച്ചു തരട്ടെ. അപ്പം നിങ്ങൾ വീടൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ഡിവൈഡ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇവിടെ നമുക്ക് വലിയ ഡ്രസ്സുകളൊക്കെ ഹാങ് ചെയ്തിടാം. കൂടാതെ ഒരു ലോക്കറും കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഡിവൈഡ് ചെയ്ത് ഷെൽഫുകളാക്കി വെച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു ബെഡ്റൂമിന്റെ ടോയ്ലറ്റ് കാണാം. എല്ലാ ടോയ്ലറ്റുകൾക്കും സെയിം ഡിസൈനിലുള്ള ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഐവറി പാറ്റേണിലുള്ള ടോയ്ലറ്റ് ആണ്. 2x2 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലുകളാണ് ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 2x4 സൈസിലുള്ള ഒരു മാർബിൾ പാറ്റേണുള്ള വൈറ്റ് ഷെയ്ഡിലുള്ള ടൈലുകളാണ് വാളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ ബാത്റൂമിലെയും പോലെ തന്നെ ഇവിടെയും സെറയുടെ ഫിറ്റിംഗ്സ് ആണുള്ളത്. ഇതാണ് ഇവിടുത്തെ ഒരു ഓപ്പൺ ടെറസിലേക്ക് പോകാനുള്ള ഡോർ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീടിന്റെ വിശേഷങ്ങൾ. 2 നിലകളിലും കൂടി 2200 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു വീടിന്റെ വിസ്തീർണം. ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് 2x4 ടൈലുകളാണ്. സിറ്റ് ഔട്ടിലും സ്റ്റെയറുകളിലും ഗ്രാനൈറ്റും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള ഒരുപാട് ഹോം ടൂറുകൾ നമ്മുടെ ചാനലിൽ വരാനിരിക്കുന്നുണ്ട്. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് പ്ലാൻ ആൻഡ് ട്രാവൽ.